പരസ്യ സംവാദത്തിൽ നിന്ന് പിന്മാറിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി നേരിട്ട് സംവദിക്കാൻ തയ്യാറാണെന്ന് മുൻപ് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയുള്ള സംവാദം മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വീണ്ടും വെല്ലുവിളിയായി വി.ഡി. സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സംവാദത്തിന്റെ സമയവും സ്ഥലവും ഇതുവരെ തീരുമാനിച്ചില്ലെന്നും മുഖ്യമന്ത്രി ശ്രദ്ധിക്കുമല്ലോ എന്നും വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംവാദമാകാമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും സംവാദത്തിന് താൻ തയ്യാറാണെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. ഇരുവരുടെയും സംവാദം നേരിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള തുറന്ന ചർച്ചയായിരിക്കുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പുതിയ വിശദീകരണം ആ പ്രതീക്ഷകൾക്ക് ഒരു വഴിത്തിരിവ് നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയത്. വെല്ലുവിളിച്ച സതീശനോട് എല്ലാ കാര്യവും ചർച്ച ചെയ്യുകയാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. സംവാദത്തിന് ഏറ്റവും നല്ല സ്ഥലം നിയമസഭ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDF സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ വെല്ലുവിളി വി.ഡി. സതീശൻ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ഫേസ്ബുക്ക് വഴിയുള്ള സംവാദമാണ് ഉദ്ദേശിച്ചതെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ വി.ഡി. സതീശൻ ഇതിൽ നിന്നും പിന്മാറിയിട്ടില്ല. ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന സംവാദത്തിന് താൻ ഇപ്പോഴും തയ്യാറാണ് എന്ന നിലപാടാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയുള്ള സംവാദം യഥാർത്ഥ ചർച്ചയല്ലെന്നും ജനങ്ങൾക്ക് നേരിട്ട് കാണാനും വിലയിരുത്താനും കഴിയുന്ന രീതിയിലായിരിക്കണം സംവാദമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നേരിട്ടുള്ള പൊതുവേദിയിൽ സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ജനാധിപത്യപരമായ സമീപനമല്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന ചർച്ച നടത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളെ നേരിട്ട് ഉൾപ്പെടുത്തുന്ന തുറന്ന സംവാദം ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം രാഷ്ട്രീയത്തിലെ പരസ്യതയെക്കുറിച്ചുള്ള ചർച്ചകളെ വീണ്ടും ശക്തമാക്കുകയാണ്. ഇതിനിടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദിയിലും ശക്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ചിലർ മുഖ്യമന്ത്രിയുടെ നിലപാട് ന്യായീകരിക്കുമ്പോൾ മറ്റു ചിലർ അത് തുറന്ന ചർച്ച ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് വിമർശിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ വിഷയത്തിന് ഇനി എന്ത് വഴിത്തിരിവാണ് ഉണ്ടാവുക എന്നത് ശ്രദ്ധേയമാണ്. ഒരു തുറന്ന സംവാദം നടക്കുമോ അല്ലെങ്കിൽ ഈ തർക്കം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുമോ എന്നത് ഇനി നോക്കിക്കാണാം.